ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒളിവിൽ പോയ ആളോ കൊലക്കേസിലെ പ്രതിയോ അല്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. അറസ്റ്റിലൂടെ യൂത്ത് കോൺഗ്രസിനെയും UDF-നെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ട എന്നും സതീശൻ ചാലക്കുടിയിൽ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് അതിരാവിലെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് ബെന്നി ബെഹനാൻ MP. അധികാര പ്രമദത കൊണ്ട് അന്ധനായി തീർന്ന മുഖ്യമന്ത്രിയും സമതല തെറ്റിയ പോലീസും കാണിക്കുന്ന തോന്നിവാസമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്ന് MP പറഞ്ഞു. ചാലക്കുടിയിലെ സുവർണഗൃഹം പദ്ധതിക്ക് ആർദ്രതയുടെ നനവുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൊതുസമൂഹത്തിന്റെ കൂട്ടായ്മയോടെ നഗരസഭയുടെയോ സർക്കാരിന്റെയോ പണം ഉപയോഗിക്കാതെയുമാണ് പദ്ധതി നടപ്പാക്കിയത്. ചാലക്കുടി നഗരസഭ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് മാതൃകാപരമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സ്കൂളിലെ മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് അധ്യാപിക മരിച്ചു. അങ്കമാലി വാപ്പാലിശ്ശേരി പയ്യപ്പിള്ളി കൊളുവൻ ഫിനോബിന്റെ ഭാര്യ രമ്യയാണ് മരിച്ചത്. കൊരട്ടി LF കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. +2 വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് മീറ്റിംഗിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ദേശീയപാത കൊരട്ടിക്ക് സമീപം പരുമ്പിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞു. കാറിനകത്തുണ്ടായിരുന്ന നെടുമ്പാശ്ശേരി സ്വദേശിയെ നിസാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 5:15ഓടെയായിരുന്നു സംഭവം. കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച മോതിരക്കണ്ണി ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുത്തി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കുറ്റിച്ചിറ കിഴുപ്പിള്ളി നിഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുറ്റിക്കാട് സ്വദേശി മേക്കാടൻ രാഹുലിനെയാണ് കുത്തേറ്റത്. മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ്. ചന്ദ്രാപിന്നി മുതൽ CV സെന്റർ വരെ 1.5 കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും മറ്റും പതിവായതോടെ മറ്റു റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നാടിന്റെ നിലവ് 100ന്റെ നിറവ് എന്ന മുദ്രാവാക്യവും ഉയർത്തി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഫോറസ്റ്റ് കൺസർവേറ്ററും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഇന്ദു വിജയൻ IFS വിളംബര ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കോട്ടപ്പുറം രൂപതയുടെ നിയുക്ത മെത്രാൻ ഡോക്ടർ അംബ്രാസ് പുത്തൻവീട്ടിലിന്റെ 20-ന് നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിനുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ അങ്കണത്തിൽ കോട്ടപ്പുറം രൂപത ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ പന്തലിന് കാൽനാട്ടി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.